മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ഇന്നും 3 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു പാലക്കാട്. ഇത് നിത്യസംഭവമായിട്ട് നമ്മുടെ നാട്ടിൽ അനേക വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ്. എന്നിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടുപിടിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് നിയമമാക്കി കമ്പൽസറി ആയിട്ട് ഹെൽമെറ്റ് ധരിച്ചേ യാത്ര ചെയ്യാവുള്ളൂ എന്നുള്ള നിയമം ഉണ്ടാക്കി. ഹെൽമെറ്റ് ധരിച്ചു കഴിഞ്ഞിട്ടും ഇരുചക്രവാഹനങ്ങളുടെ അപകടങ്ങളോ മരണനിരക്കോ കുറഞ്ഞിട്ടില്ല. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടാക്കാനായിട്ട് മാനുഫാക്ചറിങ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് താല്പര്യമെടുത്തു. സ്വിമ്മിങ് പഠിപ്പിക്കാൻ സ്വിമ്മിങ് റെഡിമെയ്ഡായിട്ട് മാനുഫാക്ചറിങ് ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പെൻഡിങ് കിടക്കും. നദിയിൽ മുങ്ങി മരിക്കുന്നു, കുളത്തിൽ മുങ്ങി മരിക്കുന്നു, പാറക്കെട്ടിലെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. ഇങ്ങനെ മുങ്ങി മരണങ്ങൾ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ അനേക ആയിരങ്ങളാണ് ഒരു വർഷം നമ്മുടെ നാട്ടിൽ മരിക്കുന്നത്. ഒഴിച്ച് ഈ ഭൂമിയിലെ സർവ്വ ജീവജാലകങ്ങൾക്കും വെള്ളത്തിലിട്ടാൽ നീന്തിക്കയറും. ഒരു പശുക്കിടാവിനെ ജനിക്കുമ്പോഴേ എടുത്തുകൊണ്ട് വെള്ളത്തിലോട്ടിട്ടു, അത് നീന്തിക്കയറും. അല്ലാത്ത ഇൻ്റലിജൻസിലും ഏറ്റവും മേന്മയായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിലും മനുഷ്യന് നീന്തൽ പഠിക്കാതെ അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. വെള്ളത്തിൽ വീണ നേരെ താഴോട്ട് പോകും. അത് പ്രകൃതിയുടെ ഒരു വിരോധാഭാസം എന്ന് വേണേൽ പറയാം. നമ്മുടെ നാട്ടിൽ എത്രയോ ജലാശയങ്ങളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് എല്ലാവരും നീന്തൽ പഠിപ്പിക്കുന്നില്ല? കുഞ്ഞുങ്ങളെ പിള്ളേരെ സ്കൂളിൽ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും ഡ്രൈവിങ് പഠിപ്പിക്കാനും ഒക്കെ എല്ലാ മാതാപിതാക്കൾക്കും ഭയങ്കര താല്പര്യമാണ്. സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പം ആർക്കും അത്രയും താല്പര്യമില്ല. അപ്പോൾ സമയമില്ലാത്തതാണെന്ന് ഇതിനൊരു ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനും പണവുമുണ്ട്, സമയവുമുണ്ട്. മതപഠനത്തിനായാലും സമ്മർ ക്യാമ്പുകളായിട്ട് മതപഠനങ്ങളുണ്ട്, കമ്പ്യൂട്ടർ ക്ലാസ്സുകളുണ്ട്, ഡാൻസ് ക്ലാസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. ഡ്രൈവിംഗ് പിള്ളേർ സ്വിമ്മിങ്ങിന് ചിലയിടത്തൊക്കെ സ്വിമ്മിംഗ് പൂളുണ്ട്, ചിലർ സ്വിമ്മിങ് പഠിക്കാൻ പോകുന്നുമുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ. നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ട് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ മതി? ഒരു 3 അടി 4 അടി വെള്ളത്തിൽ താഴെ ഒരു 30 അടി നീളത്തിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വിമ്മിങ് പഠിക്കാം. സ്വിമ്മിങ് എന്തുകൊണ്ടൊരു പാഠ്യ വിഷയമാക്കുന്നില്ല? പാഠ്യ വിഷയമായിട്ട് അതിന് പരീക്ഷയും ടെസ്റ്റും നടത്തി അതിൻ്റെ മാർക്കും കൂടെ മറ്റുള്ള വിഷയങ്ങളെപ്പോലെ വേണം. അപ്പോൾ എല്ലാവരും പഠിക്കും. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നു. ഇവന് എത്രയോ സ്ഥാപനങ്ങൾ, ആസ്പത്രികളും കളിസ്ഥലങ്ങളും ഉണ്ടാക്കി ഇട്ടിട്ട് വന്യജീവികളും കാടും കയറി നശിച്ചു പോവുകയാണ്. അതിൻ്റെ അത്ര ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ഇത്രമാത്രം പൈസയൊന്നും വേണ്ട. അപ്പോൾ ഇതിന് നല്ല ആർജവമുള്ളൊരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ആയാലും ഇതൊക്കെ വളരെ നിഷ്പ്രയാസം നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെല്ലാ കാര്യത്തിലും മലയാളികൾ ഭയങ്കര മേനി നടിക്കാറുണ്ട്. അരിയാഹാരം തിന്നുന്നവരാണ്. നമ്മുടെ അടുത്ത് കളിക്കേണ്ട, നമ്മൾ കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ മനസ്സിലാവും എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വീമ്പിളക്കുന്ന കേൾക്കാം. ഈ അരിയാഹാരം കഴിക്കുന്നതിന് പ്രത്യേകതയാണോ എന്നറിയത്തില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ പിള്ളേർ ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ഇത് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലെയോ സ്തംഭിപ്പിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന പോലെയോ കടകൾ എറിഞ്ഞു തകർക്കുന്ന പോലെയോ പൊതുമുതൽ നശിപ്പിക്കുന്നത് പോലെയോ അല്ല. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ. അതിന് ചിലവൊന്നുമില്ല. ഇതിന് ചിലവുണ്ട്, അധ്വാനമുണ്ട്, ടൈം വേണം, സമയവും മാറ്റിവെച്ചാലേ നടക്കൂ. അപ്പം നമുക്ക് ഇതൊരു പൊതുജന വികാരമായിട്ട് ഉൾക്കൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് എല്ലാ സ്കൂളിലും കമ്പൽസറി ആയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഒരു പാഠ്യ വിഷയമാക്കാനുള്ള എന്ന് കൊണ്ടിരുന്നു അന്നേ എല്ലാവർക്കും സ്വിമ്മിങ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ അടുത്തുള്ള എല്ലാവർക്കും ഒന്നും അടുത്ത് കാണത്തുമില്ല, പോയി പഠിക്കാൻ പറ്റത്തുമില്ല. വളരെ ദൂരെ പോയി സ്വിമ്മിങ് പഠിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല പല വിദ്യാർത്ഥികൾക്കും, പല കുട്ടികൾക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ.
എൻ്റെ അഭിപ്രായത്തിൽ ഒരു തീവ്രമായ ഒരു സംരംഭം ആയിട്ട് ഈ സ്വിമ്മിങ് പഠിപ്പിക്കുക, കുട്ടികളെ സ്കൂളിൽ തന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുക എന്നുള്ളൊരു യജ്ഞമായിട്ടെടുത്ത് അത് നടപ്പാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയറും ചെയ്യണം. താങ്ക് യു.